നമ്മളിനി അന്റാർട്ടിക്ക മ്യൂസിയം വെസലിലേക്കാണ് ഇനി കയറാൻ വേണ്ടി പോകുന്നത്. കീഴിലുള്ള സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് വെസലിൽ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, എല്ലാവർക്കും അന്റാർട്ടിക്ക മ്യൂസിയം വെസലിലേക്ക് സ്വാഗതം. ഇത് കാണുന്നത് അന്റാർട്ടിക്ക മ്യൂസിയം വെസലാണ്. ഐസ് ബ്രേക്കർ എന്ന് പറയും. ഐസ് ബ്രേക്കർ ഷിപ്പിൻ്റെ ഉൾഭാഗമാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. കീഴിലുള്ള വ്യൂ ആണ്. ഇതുണ്ടല്ലേ, ഇത്രയും വർഷം പഴക്കമുള്ള ഷിപ്പ് ഒരു മ്യൂസിയം ആക്കിയിട്ട് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ അടിപൊളി കാഴ്ചകൾ കാണാം. സോ എല്ലാ സുഹൃത്തുക്കൾക്കും അന്റാർട്ടിക്ക വെസലിലേക്ക് സ്വാഗതം. നമ്മുടെ അന്റാർട്ടിക്ക ഐസ് ബ്രേക്കർ ഷിപ്പിൻ്റെ ടോപ്പാണ് കാണുന്നത് അല്ലേ. കീഴിലുള്ള സംഭവം ഒരു കറക്റ്റ് വെള്ളത്തിൽ സംഭവം ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കാണ്. ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള വെസലാണ് ഐസ് ഷിപ്പ് മ്യൂസിയം. അതിലേക്കാണ് കയറാൻ പോകുന്നത്. കീഴിലും പരിപാടിയാണ്. അതല്ലേ ഹെലികോപ്റ്ററൊക്കെ ചെല്ലു വെച്ചേക്കുന്നത്. നമ്മൾ മ്യൂസിയത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ക്രൂവസ് നമ്മൾ കയറുമ്പോൾ തന്നെ കീഴിലും പരിപാടിയാണ്. അവിടുത്തെ വെസലിൽ ഷിപ്പിൽ കുക്ക് ചെയ്യണ പരിപാടിയാണ് കാണിക്കുന്നത്. One burger. Normal food, not ours. No food. Special food, no? Ask one burger, one chicken rolls. Not our garbage. No, ask one burger and chicken wings. പുള്ളി കിള്ളൻ എക്സ്പീരിയൻസ്. നമ്മളതിന് കൊള്ളാം. ഇതിൻ്റെ അകത്ത് ഫുള്ള് കറങ്ങി കാണാം. വെസലിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇതാണ് കുക്കിംഗ് ഏരിയ. ഇത് ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടർ ഷിപ്പിലെ സംഭവമാണ്. ഫുള്ള് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അകത്തെ ഷിപ്പിലെ കുക്കിംഗ് സ്റ്റേഷൻ. അന്റാർട്ടിക്ക മ്യൂസിയം. സോ നമുക്ക് ഒരു ടിക്കറ്റ് തന്നിട്ടുണ്ട്. ഓരോ ലാംഗ്വേജാണ്, അതാ പ്രശ്നം. എന്നാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല. നമുക്ക് എന്തായാലും ഇവിടെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാം കുക്കിംഗ് ചെയ്യുന്ന സ്ഥലം. ആസ്നോ വൺ ചിക്കൻ വിങ്സ് ആൻഡ് വൺ ബർഗർ. പൈറോ ടെക്നിക്സ് ആണ് കാണുന്നത്. കോമ്പസ്. കുക്കിംഗ് ഏരിയ, മൾട്ടിപർപ്പസ് മിക്സർ. ഒരു ഓരോ റൂം കൊടുത്തിട്ടുണ്ട്. തുറന്നു നോക്കിയാലോ. ഇലക്ട്രിക്കൽ ലോക്ക്. This is a Indian Ocean operation, USS California. Stretcher. Oh, this is a electrical workshop. Oh, ECR. Yeah? Engine control room. ECR. Really? Where is my card to pass? ECR. കിട്ടിയ മെഡൽസ് ആണ് കാണുന്നത്. ഗാർബേജ് കൺട്രോൾ. ക്യാൻറ്റീൻ. മൊബൈൽ എക്സ്പ്ലനേഷൻ ക്യാൻറ്റീൻ. നമുക്കിന് ഉള്ളിലേക്ക് കയറാം. ബസ്സിൽ കുറേ കറങ്ങി കാണാനുണ്ട്. It is main switchboard here. Main switchboard. All Japanese language, that's a problem. Oof. Close. Hatch. പണ്ടത്തെ വെസലാണ് അന്റാർട്ടിക്ക. അത് മെഡിക്കൽ സെൻറ്റർ. ലാവൻഡർ. See, very gripped floor. അന്റാർട്ടിക്ക മ്യൂസിയം. ഷിപ്പിൻ്റെ ഡെക്ക കൊടുത്തിരിക്കുന്നത്.
D1, 1F, 2F, 3F. സോ 3 ഡെക്ക് ഷിപ്പാണിത്. റൂട്ട് ഓട്ടോമാറ്റിക്, ഓക്സിജൻ ഓട്ടോമാറ്റിക്. മെഡിക്കൽ സെൻ്ററാണ് കാണുന്നത്. Good mic. ECR. Where is that? Somebody open. Oh, barber shop. Yeah, everything. ബസ്സിനകത്ത് ബാർബർ ഷോപ്പ് വരുന്നുണ്ട്. കൊള്ളാം. ECR. There is no AC here. Engine. We are in engine control room. There is no AC. That's why they switch off the AC. Oh, see, blowing the water. What is this? Wait, hello. Typewriting. Where is the crew cabin? Crew cabin. Wait. Oh, Engine control room. Crew cabin. yeah, it is really cabin for the crew. This is crew cabin. You see here bed, there bed. How they live here? Before, I can't imagine. this is an old life, man. Disaster. 昔やなこれ。 പക്ഷെ നമ്മൾ അന്റാർട്ടിക്ക മ്യൂസിയം ബേസിൽ ഫുള്ള് കറങ്ങി കണ്ടോണ്ടിരിക്കുകയാണ്. ഷിപ്പിനകത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, എല്ലാം കിള്ള സംഭവം. പണ്ടത്തെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലൈഫാണ്. കണ്ടില്ല, ഇപ്പോൾ അകത്ത് ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ തിരക്കാണ്. ക്രൂ ക്യാബിൻസ് ആണ് ഈ കാണുന്നത്. ക്രൂവിന് പണ്ട് കിടക്കാനുള്ള അക്കോമഡേഷൻ ആണ് ഈ കാണുന്നത്. വീഡിയോ കോർണർ, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ്. ഐസ് ക്രഷിംഗ്. ഇതാണ് ഈ ബസ്സിൽ. 富士は南極の昭和基地を目指しました。南極にたどり着くには氷を割って進むためさまざまな工夫が必要だったのです。ഇനി മൂവ് ചെയ്യാം. ഷിപ്പ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. ഐസ് ക്രഷ്, ജാപ്പാനീസ് ലാംഗ്വേജ് ആണ്, ഒരു രക്ഷയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യൂണിക് സ്ട്രക്ചർ ഓഫ് ആൻ ഐസ് ബ്രേക്കർ. ഐസ് ബ്രേക്കർ ഷിപ്പാണത്. ഫുൾ തിരക്കാണ്. Two motors, electrical motors. മോർ പവർഫുൾ. 4 motors. എല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ആണ് അതിൻ്റെ ഓ ഓഫീസർ, ചീഫ് എഞ്ചിനീയർ ക്യാബിൻ, റിസർച്ച് എക്സ്പെഡിഷൻ ബങ്ക് റൂം. What is it? Research expedition bunk room. Expedition ship. I thought chief engineer cabin. Oh, this guy. എല്ലാം ക്യാബിൻസ് ആണ്. എല്ലാ ഫെസിലിറ്റി ഉണ്ട് അതിനകത്ത്. നമുക്ക് മുകളിലേക്ക് കയറാം.
ഇത് ബിൽഡിംഗ് അല്ല, ഇത് ഷിപ്പിൻ്റെ ഉൾഭാഗം നീ കാണുന്നത്. അത്രയും സെറ്റപ്പ് ഷിപ്പാണ്. മുകളിലേക്ക് എത്താറായി. ഇതാ നോർത്ത് പോൾ. അവർ ഫോട്ടോ എടുത്താണ് കാണുന്നത്. ഓസ്ട്രേലിയ. ടോപ്പ് സൈഡിൽ എത്തി. What is this? You see? Закат. ഇതിൻ്റെ മുകളിലെ ഒരു ഓപ്പൺ ഡെക്കിലെ ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒബ്സർവേഷൻ. ഫസ്റ്റ് ജനറേഷൻ വെസൽ, ജപ്പാൻ. മിലിറ്ററി വണ്ടിയാണ് കാണുന്നത്, ഐസിൽ ഓടിക്കുന്ന. ഐസ് റണ്ണർ വെസൽ, ഐസ് റണ്ണർ കാറാണ് കാണുന്നത്. പാടം സിഡീസ. ഇതാണ് അവസ്ഥ. ഇവനാണ് സീമാൻ. ലുക്ക് അറ്റ് ദ റോഫ്മാൻ റോളിംഗ്. അന്റാർട്ടിക്ക ഓഷൻ.一旦バックをした後、再び前進して氷に乗り上げながら砕いていくチャージングという方法で進んでいきます。これを何千回も繰り返し、少しずつ南極へと近づいていくのです。このような航海を経て、いよいよ南極にたどり着きます。これから観測隊員と大量の物資を下ろし、南極での観測が始まります。南極観測船富士はこのように日本と南極を18回も往復したのです。ഫൈനലി ഹെലികോപ്റ്റർ. ഷിപ്പിൻ്റെ ടോപ്പ് ഡെക്കാണ്. ഇത്രയും ഗ്രിപ്പി ആയിട്ടുള്ള സംഭവമാണ്. അതാ ഫ്ലൈറ്റ് ഡെക്ക്. ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ. സി, നമുക്ക് ഹെലികോപ്റ്റർ പിടിക്കാൻ തന്നെ അവസരം കിട്ടി ഫൈനലി. ഇതാണ് ഹെലികോപ്റ്ററിൻ്റെ ടോപ്പ് ചെയിൻ. അന്റാർട്ടിക്ക ഹെലികോപ്റ്റർ. സി, പൊക്കി കൊണ്ടുപോകുന്ന എല്ലാം കൊടുത്തിട്ടുണ്ട്. ഉൾഭാഗമാണ് ഹെലികോപ്റ്ററിൻ്റെ. വെസലിൻ്റെ ലാസ്റ്റ് വീല് നോട്ട് എൻ്റർ. ഇതെന്തായാലും വന്നത് വർത്താണ്. നമുക്ക് ഹെലികോപ്റ്റർ അടുത്ത് തന്നെ കാണാൻ പറ്റില്ല, അതിന് മഹാഭാഗ്യം. എന്തായാലും സംഭവം കൊള്ളാം. ഇത് അന്റാർട്ടിക്ക വെസൽ മ്യൂസിയം, ജപ്പാൻ, നഗോയ. ആ പോർട്ടാണ്. ഇനി നമുക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാം. ഇതിൻ്റെ ബോട്ട് ഡെക്കാണ്. ബോട്ട് ഡെക്ക്. നമ്മൾ
സ്പോട്ട് ഡെക്കിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഇത്രയും വർഷം പഴക്കമുള്ള ബസ്സിൽ ഒരു തുരുമ്പുഴയാണ് അത്ര രീതിക്കാണ് അവർ സൂക്ഷിച്ചേക്കുന്നത്. നമ്മൾ ബോട്ട് ഡെക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കപ്പലോടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് ബ്രിഡ്ജ്. ഇവിടെ നിന്നാണ് കപ്പലോടിക്കുന്നത്. എല്ലാ എയറോസ്കോപ്പ് എല്ലാ സംഭവം ഉണ്ട്. സെർച്ച് ലൈറ്റ് എല്ലാ സാധനവും ഉണ്ട്. ഷിപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ. പുള്ളിക്ക് ഒരു രക്ഷയില്ല. പണ്ടത്തെ എക്യുപ്മെൻറ്റ്സ് ആണ് ബ്രിഡ്ജിൽ. എല്ലാ സംഭവം ഉണ്ട്. പണ്ടത്തെ TV ഓജിനറി ജപ്പാനാണല്ലോ ഓജി. വോയിസ് 2. ഇത് ഓൾഡ് ഡ്രോയിങ് ആണ്. കണ്ടില്ലേ, സിമാറ്റിക് ഡ്രോയിങ്. ഓൾഡ് ഡ്രോയിങ് ആണ്. ഇല്ല, സ്വിച്ചുകൾ തന്നെ ഉണ്ടില്ലേ. 1 ടൺ 24 വോൾട്ട് ഓൺ ഓഫ് ടോഗിൾ സ്വിച്ച് ആണ്. ഇപ്പുറത്ത് 1 ടൺ. വൈപ്പറൊക്കെ തല്ലി പൊട്ടിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് സ്പ്ലിറ്റ് ക്ലാസിഫിക്കേഷൻ. ഒരു ചാർട്ട്. ടെലിഫോൺ. Moving, light is moving. Where is the navigation light? 下に地上があるよりさ海がある。സംഭവത്തിൽ കൊള്ളാം. അന്റാർട്ടിക്ക വെസൽ. ഗൈസ്, അന്റാർട്ടിക്ക യുജി വെസൽ, അന്റാർട്ടിക്ക മ്യൂസിയം വെസൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണം. വീട്ടിലെ സംഭവം പണ്ടത്തെ വെസലാണ്. അത്രയും സെറ്റപ്പിലാണ് അത് സൂക്ഷിച്ചേക്കുന്നത്. നല്ല തിരക്കാണ്. കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാടായിട്ട്. എന്തായാലും നല്ല കിള്ളൻ എക്സ്പീരിയൻസ്. അന്റാർട്ടിക്ക മ്യൂസിയം വെസൽ സംഭവം കൊള്ളാം. സോ നമുക്ക് നെക്സ്റ്റ് ടൈമിൽ നല്ലൊരു കിള്ളൻ സ്പോട്ട് കൊണ്ട് വരാം. നല്ല ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കും. കപ്പലോടിക്കുന്ന ഭാഗം കൂടി കാണും. കപ്പലോടിക്കുന്ന ഭാഗം ബ്രിഡ്ജ്. നമുക്കിനി ഇതുവഴി താഴേക്ക് ഇറങ്ങാം. അല്ല, ഇതവിടെ പണ്ടത്തെ ബോട്ടാണ്, ലൈഫ് ബോട്ട്. സഭ ഐസിൽ ഓടിക്കുന്ന വെസലാണ്. അത്രയും സ്ട്രോങ് ആണ്. എല്ലാം നമുക്ക് താഴേക്ക് ഇറങ്ങാം. അതിൻ്റെ ഫോർവേഡ് ഓപ്പൺ ഡെക്കിലെത്തി. ക്രൈൻ
സ്ട്രോങ് ക്രൈം. പണ്ടത്തെ ഹാഷ് ഡോർ. രണ്ട് ക്രൈനുണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട്. എക്സിറ്റ്. ഇതാണ് അന്റാർട്ടിക്ക വെസൽ. നമുക്ക് ഇതുവഴി പുറത്തേക്ക് ഇറങ്ങണം. ഇതുണ്ടല്ലേ വെള്ളത്തിലാണ്. വെള്ളത്തിലൊരു ഹോൾഡ് ചെയ്ത് നിർത്തേക്ക്. അതാണ് ബ്രിഡ്ജ്. രണ്ട് ബ്രിഡ്ജ് വെള്ളത്തിൽ ഹോൾഡ് സ്ട്രോങ് ആയിട്ട് നിർത്തേക്കാണ്. ഇതാണ് ഫൈനൽ സ്ട്രക്ചർ വ്യൂ. അന്റാർട്ടിക്ക മ്യൂസിയം വെസൽ, ജപ്പാൻ. ഐസിലോടിക്കുന്ന ട്രക്കാണ് ഈ കാണുന്നത്. പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഷിപ്പിലെ പ്രൊപ്പല്ലറാണ് ഈ കാണുന്നത്. But I cannot get all structure.